Hello everyone, welcome back to my channel IV Vlog. This is Dr. Shilpa Prem Kumar. ഇന്ന് നമ്മൾ പോകുന്നത് അലൈൻ സൂയിലേക്കാണ്. UAE വെച്ചിട്ട് ഏറ്റവും വലിയ സൂ ആണ് അലൈൻ സൂ. ഇന്നൊരു സൺഡേ ആണ്, ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂ ടൈമിംഗ് ആക്ച്വലി 9 AM to 7 PM ആണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ പോകാൻ നോക്കുക. നമ്മൾ ശരിക്കും ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ എന്തായാലും ഒരു 1.5 hours എടുക്കും. ദുബായ് ടു അലൈൻ ഡിസ്റ്റൻസ് വരുന്നത് 140 kilometers ആണ്. ഓക്കെ, നല്ല വഴിയാണ് കേട്ടോ. പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് അലൈൻ സൂവിൻ്റെ എൻട്രൻസ്. നേരെ ഉള്ളിലേക്ക് പോവാം. നമുക്കിവിടെ ഒരു ഡയറക്ഷൻ ബോർഡ് കാണാം. അലൈൻ വൈൽഡ് പാർക്ക് ആൻഡ് റിസോർട്ട്, അലൈൻ സൂ, അലൈൻ സഫാരി, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ശരിക്കും ഇത് കുറേ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് പോകാൻ. നിങ്ങൾക്കറിയോ ഇത് ടോട്ടൽ എത്ര ഏക്കറാണ് ഈ സ്ഥലം എന്ന്? 1000 ഏക്കറാണ് ഈ ഒരു അലൈൻ സൂ എന്ന് പറയുന്നത്. എന്ത് ഹ്യൂജ് ആയിരിക്കും അല്ലേ. നമുക്ക് ഒരിക്കലും നടന്ന് കാണാൻ ഫുള്ളൊന്നും പറ്റില്ല. വലിയ വലിയ കാക്ടസ് പ്ലാന്റ് ഒക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ കാക്ടസ് കാണുന്നത്. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്ത് എൻട്രി പോയിന്റിലേക്ക് പോവാണ്. നല്ല വലിയ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് മെഷീൻ നമുക്ക് എടുക്കാം. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. അഡൾട്ട്സിന് വരുന്നത് പെർ ഹെഡ് 31 AED, കുട്ടികൾക്ക് 10 AED ആണ് വരുന്നത്. ലെസ് ദാൻ 3 years ആണെങ്കിൽ ഫ്രീ എൻട്രി ആണ്. 4 to 12 years ഓൾഡ് കുട്ടികൾക്കാണ് ഞാൻ 10 AED പറഞ്ഞത്. നമുക്ക് നേരെ എൻട്രി പോയിന്റിലേക്ക് പോവാം. ഇവാനിയും രക്ഷത്തെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. രക്ഷത്തെ നമ്മുടെ നെയ്ബറാണ്. രക്ഷത്തേൻ്റെ കസിനും ഫാമിലിയും നമ്മളെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു, ഇപ്പോഴാണ് ഒത്തു വന്നത്. എന്തായാലും നമുക്ക് എൻട്രി പോയിന്റിലേക്ക് പോവാം. ഇവിടെ കുറേ ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ എന്തൊക്കെയാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്നൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സൈക്ലിംഗ് പാടില്ല, പെറ്റ്സിനെ കൊണ്ടുപോകാൻ പാടില്ല, ലൗഡ് നോയ്സ് പാടില്ല, അങ്ങനെയൊക്കെ. ഇതാണ് അലൈൻ സൂവിൻ്റെ എൻട്രി പോയിന്റ്. നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് തന്നെ ഒരു വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് വാഷ്റൂം ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ സൺസ്ക്രീനും അതേപോലെ എന്തായാലും ഒരു ക്യാപ്പും കരുതണം. നടന്ന് പോവേണ്ടതാണ്, വെയിലുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് നടന്ന് കാണാം, പക്ഷെ നല്ലോണം ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സഫാരി ട്രക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ എത്ര പേരുണ്ട് അതിനനുസരിച്ചിട്ട് ട്രക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോരോ ഈ ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അങ്ങനെ ഓരോരോ വില്ലേജ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓരോരോ ട്രക്കിലങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾമോസ്റ്റ് കുറേ ആനിമൽസ് ഉണ്ട്. ലയൺ, മൗണ്ടൻ ലയൺ, ജാഗ്വാർ, പാന്തർ, ലെപ്പേർഡ്, ചീറ്റ, പിന്നെ മങ്കീസിൻ്റെ സെക്ഷൻ വേറെ, ഫിഷസും ബേർഡ്സും ഒക്കെ വേറെയാണ്. പിന്നെ റൈനോസറസ്, പലതരം കാറ്റ്, റെപ്റ്റൈൽസ്, ഇതെല്ലാം ഉണ്ട്. ഫ്ലെമിംഗോ ബേർഡ്സ് ഒക്കെ വേറൊരു സെക്ഷനിലേക്ക് ഉണ്ട്. എലിഫൻറ്റ്സ്, ആഫ്രിക്കൻ എലിഫൻറ്റ്, നമ്മുടെ ഇന്ത്യൻ എലിഫൻറ്റ് എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. ഇതവിടെ നമുക്കൊരു ഡിയറിനെ കാണാം. കുറേ ഡിയർ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഗൊറില്ല സാങ്ച്വറി, എലിഫൻറ്റ് ഒക്കെ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൊറില്ലേനെ എന്തായാലും എനിക്കൊന്ന് കാണുന്നുണ്ട്, പോയി നോക്കാം അല്ലേ. ഇത് കണ്ടോ, ഇതാണ് ട്രക്ക്. അതവിടെ ഒരു ഗൊറില്ല എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം.
ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ഗൊറില്ല ഉണ്ട്, കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടാളും തെറ്റിയിരിക്കുകയാണോ അറിയില്ല കേട്ടോ. ഇവിടെ നമുക്ക് ലയണിനെ കാണാം, മിക്കവരും ഉറങ്ങുകയാണ്. ഈ ഒരു ചൂട് സമയത്ത് ഓൾമോസ്റ്റ് ഒരു 1:30 ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് മിക്കവരും റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ്, ഫുഡൊക്കെ കൊടുത്തിട്ട്. ഇവിടെ ക്രോക്കഡൈലാണുള്ളത്. അത് ദൂരെ നമുക്കൊരു ക്രോക്കഡൈലിനെ കാണാം. വീണ്ടും ഉറങ്ങുന്ന ലയൺ ആണുള്ളത്. അതാ വരുന്നുണ്ട്, വാക്കിംഗ് ചെയ്യാണ്. ഈവനിങ് വാക്ക് ആയിട്ടില്ല, ഒരു ആഫ്റ്റർനൂൺ വാക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, അതേപോലെ വാച്ച് ഫീഡിങ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓരോരോ ആനിമൽസിനും ഓരോരോ ടൈമിംഗ് ആണ്. നമ്മുടെ ഇനീഷ്യലി ആ ഫസ്റ്റ് ഒരു എൻട്രൻസിൻ്റെ അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെയും ഉള്ളിൽ ഡിസ്പ്ലേ ബോർഡ് കണ്ടിരുന്നു. ഇവിടെ ഇതാ കുറച്ച് ഫുഡ് സ്റ്റോൾസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട്, ഹോൾ സൂവിൻ്റെ മാപ്പാണിത്. നിങ്ങളിപ്പോൾ കണ്ടത് അലൈൻ സൂവിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്, കുറച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇനിയുണ്ട് കുറേ ജിറാഫ് സ്പോട്ട്, ജിറാഫ് ഫീഡിങ്ങിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ സീബ്ര, മെയിൻ ഒന്ന് ബേർഡ് ഷോ ആണ് കേട്ടോ. ബേർഡ് ഷോന് ടൈമിങ്സ് ഉണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.